progressive systemic sclerosis classify ചെയ്യാം. So first is localized scleroderma. Localized scleroderma എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ഈ ലീഷൻ വന്നിട്ട് ഒരു ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് സ്കിന്നിലേക്ക് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. The lesion restricted to a localized area of skin, അതായിരിക്കും ലോക്കലൈസ്ഡ് സ്ക്ലീറോഡർമ എന്ന് പറഞ്ഞാൽ. ഇനി ലീനിയർ സ്ക്ലീറോഡർമ, നെയിം ഇറ്റ്സെൽഫ് പറയുന്നല്ലേ, ലീനിയർ. സോ സ്കിൻ ഇൻവോൾവ്മെന്റ് എങ്ങനെ ആയിരിക്കും? സ്കിൻ ഇൻവോൾവ്മെന്റും ലീനിയർ ആയിരിക്കും. ആ അണ്ടർലൈൻ ടിഷ്യൂവിന്റെ പക്ഷെ അട്രോഫി ഉണ്ടായിരിക്കും ആ പർട്ടിക്കുലർ ഏരിയയിൽ. ഒരു സ്കിൻ ഇൻവോൾവ്മെന്റ് ലീനിയർ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. അണ്ടർലൈൻ ടിഷ്യൂല് വന്നിട്ട് അട്രോഫി, ലീഡ്സ് ടു അട്രോഫി ഓഫ് ദ അണ്ടർലൈൻ ടിഷ്യൂസ് ഉണ്ടായിരിക്കും എവിടെ? ലീനിയർ സ്ക്ലീറോഡർമയില്. തേർഡ് വൺ ഈസ് ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡർമ. അപ്പൊ ഡിസെമിനേറ്റഡ് ആണ്, അതായത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? മൾട്ടിപ്പിൾ സ്കിൻ ലീഷൻസ് ആയിരിക്കും, പക്ഷെ സിസ്റ്റമിക് അഫെക്ഷൻ വന്നിട്ട് ആബ്സെന്റോ അല്ലെങ്കിൽ മിനിമലോ ആയിരിക്കും എവിടെ? ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡർമ. സോ ഫസ്റ്റ് ഈസ് ലോക്കലൈസ്ഡ് സ്ക്ലീറോഡർമ. സോ ലോക്കലൈസ്ഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് സ്കിന്നിൽ മാത്രമേ ലീഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. സെക്കൻഡ് ഈസ് ലീനിയർ സ്ക്ലീറോഡർമ. സോ നമ്മുടെ എറപ്ഷൻസ് അല്ലെങ്കിൽ അഫെക്ഷൻസ് എങ്ങനെയായിരിക്കും? ലീനിയർ പാറ്റേണിലായിരിക്കും സ്കിൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. അണ്ടർലൈൻ സ്കിന്നിൽ വന്നിട്ട് അട്രോഫിക് ചേഞ്ചസും കാണാൻ പറ്റും. ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡർമ, സോ ഡിസെമിനേഷൻ ഉണ്ടായി കഴിഞ്ഞു. സോ മൾട്ടിപ്പിൾ സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും, മൾട്ടിപ്പിൾ ഏരിയയിൽ വന്നിട്ട് ഈ സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും. പക്ഷേങ്കിൽ അവിടെ വന്നിട്ട് സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് വന്നിട്ട് ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വന്നിട്ട് ആബ്സെന്റ് ആയിരിക്കും. ദെൻ ക്രെസ് സിൻഡ്രോം. സോ ക്രെസ് സിൻഡ്രോം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്രെസ് സിൻഡ്രോം, ഈ ഓരോ വേർഡ് ഓരോന്നിനായിരിക്കും, ഓരോ ലെറ്റർ ഓരോ കണ്ടീഷൻ ആയിരിക്കും. സോ C for calcification of subcutaneous tissue, R for Raynaud's phenomena, E for esophageal hypermotility, S for sclerodactyly and T for telangiectasia. So ഇതായിരിക്കും ക്രെസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. സോ ക്രെസ് സിൻഡ്രോം C for calcification of subcutaneous tissue, Raynaud's phenomena, esophageal hypermotility, sclerodactyly and telangiectasia. ഇതായിരിക്കും ക്രെസ് സിൻഡ്രോം എന്ന് പറഞ്ഞാല്. ദെൻ ദ ലാസ്റ്റ് സ്റ്റേജ് ക്ലാസിഫിക്കേഷൻ അത് വരുന്നതായിരിക്കും പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് പറയാൻ പറ്റും പ്രോഗ്രസീവ് ആയി കഴിഞ്ഞു, സിസ്റ്റമിക് അഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞു അല്ലെ. സോ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, പ്രോഗ്രസീവ് ഇൻവോൾവ്മെന്റ് ഓഫ് സ്കിൻ ആൻഡ് അതർ ഇന്റേണൽ ഓർഗൻ, അവിടെ വന്നിട്ട് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് കൂടുതലായിരിക്കും. സോ കമ്പയർ ടു അതർ വേസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു, ജനറലി നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്യാം? ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ്. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റഡ് ടു ദ ക്യൂട്ടേനിയസ് സ്കിന്നിലേക്ക് മാത്രം ലിമിറ്റഡ് ആയിരിക്കും. വൈൽ ഡിഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റമിക് അഫെക്ഷൻസും ഉണ്ടായിരിക്കും. സോ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു ലോക്കലൈസ്ഡ് സ്ക്ലീറോഡർമ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ലോക്കലൈസ്ഡ് ആയിരിക്കും. ലീനിയർ സ്ക്ലീറോഡർമ സ്കിൻ ഇൻവോൾവ്മെന്റ് ലീനിയർ പാറ്റേണിലായിരിക്കും, അണ്ടർലൈൻ ടിഷ്യൂസിന് വന്നിട്ട് അട്രോഫിക് ചേഞ്ചസ് ഉണ്ടായിരിക്കാം. ദെൻ ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡർമ, ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പ്രെഡ് ആയി. സോ മൾട്ടിപ്പിൾ ഏരിയയിൽ സ്കിൻ അഫെക്ഷൻസ് ഉണ്ടായിരിക്കും. സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് വന്നിട്ട് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൽ ആയിരിക്കാം. Then comes the CRESS syndrome. C for calcification of subcutaneous tissue, R for Raynaud's phenomena, E for esophageal hypermobility, S for sclerodactyly and T for telangiectasia. അതായിരിക്കും CRESS syndrome. Then comes the progressive systemic sclerosis. So progressive systemic sclerosis എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ സ്കിൻ അഫെക്ഷൻ മാത്രമായിരിക്കത്തില്ല, സിസ്റ്റമിക് അഫെക്ഷൻസും ഉണ്ടായിരിക്കും, സിസ്റ്റംസ് ഇൻവോൾവ് ആയി കഴിഞ്ഞു. സോ കമ്പയർ ടു ദ അതർ ക്ലാസിഫിക്കേഷൻ ഇവിടെ വേസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ദെൻ ഡയഗ്നോസിസ്, നമുക്ക് എങ്ങനെ നമുക്ക് സ്ക്ലീറോഡർമ ഡയഗ്നോസിസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മെയിൻലി ക്ലിനിക്കൽ ആയിരിക്കും. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫീച്ചർ ഇല്ലേ, ഹൈഡ് ബോൺ സ്കിൻ ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ, ഹെയർ ഒക്കെ അപ്പൻഡേജസ് ഒക്കെ ലോസ് ആകുന്നു. സോ അതായിരിക്കും അതിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ തന്നെ മെയിൻലി ക്ലിനിക്കൽ ആയിരിക്കും. പ്രസൻസ് ഓഫ് ദിസ് ഹൈഡ് ബോൺ നോൺ പിഞ്ചബിൾ സ്കിൻ, ആബ്സെൻസ് ഓഫ് ഹെയർ ഫോളിക്കിൾസ്, അതൊക്കെ ഒരു ക്ലിനിക്കൽ വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും. ദെൻ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ മെയിൻലി ചെയ്യുന്നത് ബാക്കിയുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. സ്കിൻ ബയോപ്സി ടു കൺഫേം ആയിരിക്കും. ആൻഡ് ESR മോഡറേറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. ആക്റ്റീവ് ഫേസിനകത്ത് IgG വന്നിട്ട് എലിവേറ്റഡ് ആയിരിക്കാം. ദെൻ RA ഫാക്ടർ വന്നിട്ട് ഇവിടെ 20 to 25% പേഷ്യൻസിൽ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. ആന്റി ന്യൂക്ലിയർ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം. ANA 70% ഓഫ് കേസസിൽ പോസിറ്റീവ് ആയിരിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിമിറ്റഡ് ആൻഡ് ഡിഫ്യൂസ്ഡ് കണ്ടീഷൻ. സോ അത് വന്നിട്ട് രണ്ട് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ആന്റീരോ പോയിസോ മെർസൽ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് ഫോർ ഡിഫ്യൂസ് സ്ക്ലീറോഡർമയും ആന്റി സെൻഡ്രോമിയർ എന്ന് പറഞ്ഞത് സ്പെസിഫിക് ഫോർ ലിമിറ്റഡ് സ്ക്ലീറോഡർമയ്ക്കും ആയിരിക്കും. ആന്റീരോ പോയിസോ മെർസൽ എന്ന് പറഞ്ഞത് സ്പെസിഫിക് ഫോർ ദ ലിമിറ്റഡ് സ്ക്ലീറോഡർമ ആൻഡ് ആന്റി സെൻഡ്രോമിയർ എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് സ്ക്ലീറോഡർമയ്ക്ക് സ്പെസിഫിക് ആയിരിക്കും. സോ ഇത്ര ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡയഗ്നോസിസ് പറഞ്ഞു. മോസ്റ്റ്ലി ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കും? ക്ലിനിക്കൽ ആയിരിക്കും. ക്ലിനിക്കൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും?
സിംറ്റമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും ആ ഹൈഡ് ബോൺ സ്കിന്നും തിക്കനിങ് ഓഫ് ദ സ്കിൻ ഹെയർ ഒക്കെ ആബ്സെന്റ് ആയിരിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആയിരിക്കും. സോ മെയിൻലി ക്ലിനിക്കൽ. ലാബ് ഇൻവെസ്റ്റിഗേഷൻ മെയിൻലി വന്നിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോപ്സി പറയാം, സ്കിൻ ബയോപ്സി ടു കൺഫേം. ESR വന്നിട്ട് മോഡറേറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. ആക്റ്റീവ് ഫേസ് ഓഫ് ദ ഡിസീസിൽ IgG വന്നിട്ട് ഇൻക്രീസ്ഡ് ആയിരിക്കും. ദെൻ നമ്മൾ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ RA ഫാക്ടർ വന്നിട്ട് പോസിറ്റീവ് 20 to 25% RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. ആന്റി ന്യൂക്ലിയർ ഫാക്ടർ കാണും. എത്ര 40% ഓഫ് പീപ്പിളിൽ ANF ആന്റി ന്യൂക്ലിയർ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. 70% ഓഫ് കേസസിനകത്ത് ANA പോസിറ്റീവ് ആയിരിക്കും. ദെൻ സ്പെസിഫിക് ഫോർ ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ് സ്ക്ലിറോഡർമ ഏതൊക്കെയായിരിക്കും? ആന്റീരിയർ പോയിസോമെർസൽ ആണെങ്കിൽ സ്പെസിഫിക് ഫോർ ഡിഫ്യൂസ് സ്ക്ലിറോഡർമയും ആന്റി സെൻഡ്രോമിയർ ആണെങ്കിൽ ലിമിറ്റഡ് സ്ക്ലിറോഡർമയ്ക്കും സ്പെസിഫിക് എന്ന് പറയുന്നതായിരിക്കും. സോ അതായിരിക്കും സ്ക്ലിറോഡർമ എന്ന് പറഞ്ഞാല്. നമ്മൾ പറഞ്ഞു സ്ക്ലിറോഡർമ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും സ്ക്ലിറോഡർമ. അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കും? ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. എവിടെയൊക്കെ ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിരിക്കും? സ്കിന്നിനകത്ത്, ഇന്റേണൽ ഓർഗൻസിനകത്തും വാസ്കുലേച്ചറിനകത്തും ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ക്ലിറോഡർമയുടെ ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ ആയിരിക്കും. അത് അത്രയ്ക്ക് സ്കിൻ വന്നിട്ട് അത്രയ്ക്ക് ഹാർഡ് ആൻഡ് തിക്കൻ ആകുന്ന കാരണം നോൺ പിഞ്ചബിൾ ഹൈഡ് ബൗണ്ട് സ്കിൻ ആയിരിക്കും. ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ക്ലിറോഡർമ ആയിരിക്കും. നമ്മൾ അതിന്റെ പതോളജി പറഞ്ഞു. മെയിൻലി എന്തായിരിക്കും? എക്സസീവ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്പോസിഷൻ, വാസ്കുലർ ഡാമേജ് ആൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആയിരിക്കും അതിന്റെ ഒരു കാർഡിനൽ ഫീച്ചർ അല്ലെങ്കിൽ കാർഡിനൽ ഫീച്ചർ ഓഫ് പതോളജി ഓഫ് സ്ക്ലിറോഡർമ. എന്തായിരിക്കും? എക്സസ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്പോസിഷൻ, വാസ്കുലർ ഡാമേജ് ആൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഇതായിരിക്കും കാർഡിനൽ ഫീച്ചേഴ്സ് ആൻഡ് ഇൻഫ്ലമേഷൻ. പിന്നെ നമ്മൾ ഏതൊക്കെയായിരിക്കും അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്നത്? HLA DR1, DR2, DR3, DR5 ആൻഡ് DRWS2 ആയിരിക്കും നമുക്ക് HLA അസോസിയേഷൻസ് വരുന്നത് സ്ക്ലിറോഡർമയില്. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മെയിലിനേക്കാളും ഫീമെയിലായിരിക്കും 1:4 റേഷ്യോയിൽ കൂടുതലായിരിക്കും. 4th to 5th ഡെക്കേഡ് ഒരു എൽഡർലി പീപ്പിളിലായിരിക്കും ഉണ്ടാകുന്നത്. 4th to 5th ഡെക്കേഡിലായിരിക്കും ഉണ്ടാകുന്നത്. ഓൺസെറ്റ് ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ഇനീഷ്യൽ സിംറ്റംസ് വേരി ചെയ്ത് വരാം. അപ്പൊ നമ്മൾ പല രീതിക്കുള്ള നമ്മൾ പറഞ്ഞു സ്കിന്നിലും ഇന്റേണൽ ഓർഗൻസിലുള്ള അഫക്ഷൻ പറഞ്ഞു. സോ സ്കിന്നിലുള്ള അഫക്ഷൻസ് നമ്മൾ പറഞ്ഞു, എഡിമ വരുന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം അവിടെ തിക്കനിങ് ആൻഡ് ഇൻഡുറേഷൻ ഉണ്ട്, തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടാകുന്നു. അതിന്റെ നോർമൽ പ്ലയബിലിറ്റി ലോസ് ആകുന്നു. ദെൻ അപ്പൻഡേജസ് ലോസ് ആകുന്ന കാര്യം പറഞ്ഞു. ദെൻ ഫേസ് ആണെങ്കിൽ മൗസ് ഹെഡ് അപ്പിയറൻസ്, പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടാകുന്നു. എവിടെ? എക്സ്ട്രമിറ്റീസിലും ആന്റിരിയർ ചെസ്റ്റ് ബോളിലും എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്? സോൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ്. അതേപോലെ ടെലഞ്ചക്ടേഷ്യ ഉണ്ടാകാം. ദെൻ അൾസർ ഫോർമേഷൻ ഉണ്ടാകുന്നു. ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ്റ്റിന്റെ ടിപ്പില്. ദെൻ പാമാർ ആസ്പെക്ട് ഓഫ് ദ ടെർമിനൽ ഫാലഞ്ചസില് സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടായിട്ട് അവിടെ അൾസർ ഫോർമേഷൻ ഉണ്ടാകാം. എക്സ്ട്രമിറ്റീസിലാണ് പ്രിഡോമിനേറ്റ്ലി അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സ്ക്ലിറോഡർമയെ എന്ത് പറയും? അക്രോസ്ക്ലിറോസിസ് എന്ന് പറയും. ദെൻ ക്യൂട്ടേനിയസ് ഇൻവോൾവ്മെന്റ് നോക്കുവാണെങ്കിൽ ഇന്റേണൽ ഓർഗൻസിൽ നോക്കുവാണെങ്കിൽ GIT-ക്കകത്ത് ഈസോഫാഗസിനാണെങ്കിൽ ലോവർ 1/3 ആയിരിക്കും എഫക്ഷൻ ആകുന്നത്. സ്റ്റൊമക്ക് ആണെങ്കിൽ വാട്ടർമെലൺ സ്റ്റൊമക്ക് എന്ന് പറയുകയും അപ്പർ GIT ബ്ലീഡിങ്ങിന് കാരണമാകുകയും ചെയ്യുന്നത് എവിടെ ആയിരിക്കും? സ്റ്റൊമക്കില്. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ ഫൈബ്രോസിസ്, ഹൈപ്പർ മൊബിലിറ്റി, സ്യൂഡോ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ആയിരിക്കും ഇൻഡസ്ട്രിയൽ ഉണ്ടാകുന്നത്. മസ്കുലർ സ്കെൽറ്ററിൽ നോക്കുവാണെങ്കിൽ സ്ക്ലിറോഡർമയിൽ എന്ത് സംഭവിക്കും? മൊബിലിറ്റി കുറയുന്നു. എന്ത് കാരണം? സോഫ്റ്റ് ടിഷ്യൂവിന് ഫൈബ്രോസിസ്, എല്ലായിടവും ഫൈബ്രോസിസ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. സോ ഫൈബ്രോസിസ് കാരണം സോഫ്റ്റ് ടിഷ്യൂവിന് ഫൈബ്രോസിസ് ഉണ്ടാകുന്ന കാരണം മൊബിലിറ്റി കുറയും. ഹൈപ്പർ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആകും. സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ഉണ്ടാകും. റിസോപ്ഷൻ ഓഫ് ബോൺ ഉണ്ടാകും. എവിടെയായിരിക്കും? മെയിൻലി ടെർമിനൽ ഫാലിങ്സിൽ. വേറെ ഏതൊക്കെ അഫക്ട് ചെയ്യാം? റിബ്സില്, ക്ലാവിക്കിൾ ആൻഡ് ടിപ്പ് ഓഫ് ദ ആംഗിൾ ഓഫ് ദ മാൻഡിബിളിലും ഉണ്ടാകാം. ലങ്സ് ആണെങ്കിൽ അവിടെ അഗെയിൻ ഫൈബ്രോസിസ്, ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ഉണ്ടാകും. പ്രോഗ്രസീവ് ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ആൻഡ് ആൽവിയോളോ കാപ്പിലറി ബ്ലോക്ക് സിൻഡ്രോം. അത് പ്രോഗ്രസ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി പൾമിനറി ഹൈപ്പർ ടെൻഷനും കോർ പൾമിനയിലും ഡെവലപ്പ് ആകാം. ദെൻ കിഡ്നി ആണെങ്കിൽ എന്തായിരിക്കും? സ്ക്ലിറോസിസ് ഇൻ കിഡ്നി, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ നെർവസ് സിസ്റ്റത്തിനകത്താണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, മെയിലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു, ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ്. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടു പർട്ടിക്കുലർ ക്യൂട്ടേനിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്കിന്നിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, സിസ്റ്റമിക് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ സിസ്റ്റമിക് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഡിഫ്യൂസ് എന്ന് പറയും. സോ ക്ലാസിഫിക്കേഷൻ അത് ഫസ്റ്റ് ലോക്കലൈസ് സ്ക്ലിറോഡർമ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ലീനിയർ സ്ക്ലിറോഡർമ ഒരു ലീനിയർ പാറ്റേണിലായിരിക്കും സ്കിൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. അവിടെ അണ്ടർലൈൻ ടിഷ്യൂല് വന്നിട്ട് അട്രോഫി ഉണ്ടാകും. ദെൻ ഡിസെമിനേറ്റഡ് സ്ക്ലിറോഡർമ, ഡിസെമിനേഷൻ ഉണ്ടായി കഴിഞ്ഞു. സോ മൾട്ടിപ്പിൾ ഏരിയയിൽ സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും. അവിടെ വന്നിട്ട് സിസ്റ്റമിക് സിംറ്റംസ് ആബ്സെന്റ് ആയിരിക്കും അല്ലെങ്കിൽ മിനിമൽ ആയിട്ട് ഉണ്ടാകാം. ദെൻ ക്രെസ് സിൻഡ്രോം, ദെൻ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലിറോസിസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് അവിടെ
പ്രോഗ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഏരിയയിലുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമിക്കിലും ഉണ്ടായിരിക്കും, സിസ്റ്റമിക് ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കും. അവിടെ വന്നിട്ട് വേർസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ദെൻ ഡയഗ്നോസിസ് നമ്മൾ പറഞ്ഞു മെയിൻലി ക്ലിനിക്കൽ ആയിരിക്കും, സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞു. ദെൻ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ മെയിൻലി വന്നിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സ്കിൻ ബയോപ്സി എന്തിനായിരിക്കും? കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ ബയോപ്സി യൂസ് ചെയ്യാം. ESR എലിവേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആക്റ്റീവ് ഫേസസിൽ IgG വന്നിട്ട് എലിവേറ്റഡ് ആയിരിക്കും. ദെൻ നമ്മുടെ RA ഫാക്ടർ 20 to 25% പോസിറ്റീവ് ആയിരിക്കാം. ആന്റി ന്യൂക്ലിയർ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം. ANA 70% ഓഫ് കേസസിൽ പോസിറ്റീവ് ആയിരിക്കാം. ദെൻ നമ്മൾ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ലിമിറ്റഡിനാണെങ്കിലും അതേപോലെ തന്നെ ഡിഫ്യൂസിനാണെങ്കിൽ ആന്റീരിയോ പോയിസോ മെർസൽ എന്ന് പറഞ്ഞ അതും ലിമിറ്റഡിനാണെങ്കിൽ ആന്റി സെൻഡ്രോമിയറും പോസിറ്റീവ് ആയിരിക്കും ഇൻ ലിമിറ്റഡ് സ്ക്ലീറോഡെർമ. ഇത്രയായിരിക്കും സ്ക്ലീറോഡെർമയെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വെസൽ വാൾ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ബ്ലഡ് വെസൽ വാൾ വിത്ത് അസോസിയേറ്റഡ് ഡാമേജ് ടു സ്കിൻ, കിഡ്നി, ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ ആൻഡ് GIT. സോ വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇൻഫ്ലമേഷൻ ആയിരിക്കും. ഐറ്റിസ് ഇസ് ഇൻഫ്ലമേഷൻ. സോ വെസലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആയിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. സോ വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ. ബ്ലഡ് വെസൽ വാളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നെക്രോസിസിനെ ആയിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാത്രമായിരിക്കില്ല, അതിന്റെ അസോസിയേറ്റഡ് ഉള്ള ഡാമേജ് എവിടെയൊക്കെ ഉണ്ടാകും? സ്കിന്നിലും ഇന്റേണൽ ഓർഗൻസിലും അസോസിയേറ്റഡ് ഡാമേജ് ഉണ്ടാകാം അല്ലെ. കാരണം ബ്ലഡ് വെസൽ സപ്ലൈ എല്ലാ ഇന്റേണൽ ഓർഗൻസിലും സ്കിന്നിലും എല്ലാം പോകുന്നില്ലേ. സോ അങ്ങോട്ടേക്കല്ല അതിന്റെ അസോസിയേറ്റഡ് ഡാമേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാല് ഇത് വന്നിട്ട് ഒരു കോമൺ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും സെവറൽ ഡിഫറെന്റ് ഇമ്യൂണോളജിക്കൽ പ്രോസസ്സിന്റെ, പലതരത്തിലുള്ള ഇമ്യൂണോളജിക്കൽ പ്രോസസ്സിന്റെ ഒരു ഡിസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. മേ ബി അത് പ്രൈമറി ആയിട്ട് കാണാം, അത് പ്രൈമറി ആയിട്ട് നമുക്ക് വാസ്കുലൈറ്റിസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സർട്ടൻ അത് ഇമ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സിന് സെക്കൻഡറി ആയിട്ടും നമുക്ക് വാസ്കുലൈറ്റിസ് വന്നിട്ട് കാണാൻ പറ്റും. ഇനി എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഈ ബ്ലഡ് വെസൽസിനകത്ത് എന്ത് കാണും? നമ്മുടെ വെസൽ വാളിനകത്ത് വന്നിട്ട് ഇൻഫിൽട്രേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സ്, സെക്കൻഡറി ചേഞ്ചസ് ഇൻ ദ വെസൽ വാൾസ് ആൻഡ് ഒക്ലൂഷൻസ് കാണാൻ പറ്റും. വെസൽ വാളിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും? ഇൻഫിൽട്രേഷൻ ബൈ ല്യൂക്കോസൈറ്റ്സ്, WBC ഇൻഫിൽട്രേഷൻ ഉണ്ടായിരിക്കും. സെക്കൻഡറി ചേഞ്ചസ് ഉണ്ടായിരിക്കും വെസൽ വാളിനകത്ത്. അതേ കണക്ക് തന്നെ ഒക്ലൂഷൻസും ഉണ്ടായിരിക്കും. ഇതായിരിക്കും മെയിൻലി വന്നിട്ട് വാസ്കുലൈറ്റിസിന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. സോ വാസ്കുലൈറ്റിസ് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ. ബ്ലഡ് വെസൽസിന്റെ വാൾസിനകത്ത് ഇൻഫ്ലമേഷനും നെക്രോസിസും ഉണ്ടാകുന്നതിനായിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് പക്ഷെ അസോസിയേറ്റ് ചെയ്തിട്ട് വേറെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലും സ്കിന്നിലും ഒക്കെ ഡാമേജസ് ഉണ്ടായിരിക്കും. ഇതൊരു യൂഷ്വലി വന്നിട്ട് ഒരു ഇമ്യൂണോളജിക്കൽ പ്രോസസ്സിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് കാണുന്നത്. ഒന്നെങ്കിൽ അതൊരു പ്രൈമറി മാനിഫെസ്റ്റേഷൻ ആയിരിക്കും, ഡയറക്ട്ലി വാസ്കുലൈറ്റിസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ സർട്ടൻ ഇമ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സിന് സെക്കൻഡറി ആയിട്ട് നമുക്ക് വാസ്കുലൈറ്റിസ് കാണാൻ പറ്റും. ദെൻ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വെസലിലാണ് എഫക്ട് ആയിട്ടുള്ളത്? ഇപ്പം ലാർജ് വെസൽസിലാണ് എഫക്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മീഡിയം സൈസ്, അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നത് വാസ്കുലൈറ്റിസിന്റെ. ലാർജ് വെസൽ വാസ്കുലൈറ്റിസ്, മീഡിയം സൈസ്ഡ് വെസൽ വാസ്കുലൈറ്റിസ്, സ്മോൾ വെസൽ ആൻഡ് ക്യൂട്ടേനിയസ് വെസൽ. സോ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ലാർജ് വെസൽ ആർത്രൈറ്റിസ്. ലാർജ് വെസൽ വാസ്കുലൈറ്റിസിനകത്ത് വരുന്ന ഏതൊക്കെയായിരിക്കും? ജയന്റ് സെൽ ആർത്രൈറ്റിസ് ആൻഡ് ടക്കിയാസു ആർത്രൈറ്റിസ്. സോ ലാർജ് വെസൽ ആർത്രൈറ്റിസിനകത്ത് വരുന്ന ഏതായിരിക്കും? ജയന്റ് സെൽ ആർത്രൈറ്റിസ് ആൻഡ് ടക്കിയാസു ആർത്രൈറ്റിസ്. മീഡിയം സൈസ്ഡ് വെസലിനകത്തായിരിക്കും പാൻ ആർത്രൈറ്റിസ് നോഡോസ ആൻഡ് കവാസാക്കി ഡിസീസ് എവിടെ വരും? മീഡിയം സൈസ്ഡ് വെസലിനകത്ത് വരും. ദെൻ സ്മോൾ വെസൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആർട്ടീരിയോൾസ്, കാപ്പിലറീസ് ആൻഡ് വെന്യൂൾസ് ആയിരിക്കും സ്മോൾ വെസലിൽ വരുന്നത്. അവിടെ വരുന്നതായിരിക്കും മൈക്രോസ്കോപ്പിക് പോളി ആൻജൈറ്റിസ്, ഗുഡ് പാസ്റ്റർ സിൻഡ്രോം, വേഗ്നസ് ഗ്രാനുലോമാറ്റോസിസ്, ഷ്രഗ്-സ്ട്രോസ് സിൻഡ്രോം, ബെഹ്സെറ്റ് സിൻഡ്രോം, ഹെനോക്ക്-ഷോളൻ പെർപ്യൂറ. ഇത് ഇത്രയും വരുന്നത് സ്മോൾ വെസൽ വാസ്കുലൈറ്റിസിനകത്തായിരിക്കും. ഇത് നമ്മൾ ഓരോ കണ്ടീഷനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. ആൻഡ് ക്യൂട്ടേനിയസ് വെസൽസിനകത്ത് വരുന്നതായിരിക്കും ഐസൊലേറ്റഡ് ക്യൂട്ടേനിയസ് ലൂക്കോക്ലാസ്റ്റിക് വാസ്കുലൈറ്റിസ് എന്ന് പറയും. സോ ഇതായിരിക്കും ക്ലാസിഫിക്കേഷൻ. ഏത് ടൈപ്പ് ഓഫ് വെസലാണ് അഫെക്ഷൻ ആകുന്നത് അത് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ലാർജ് ബ്ലഡ് വെസൽസ് ആണെങ്കിൽ ലാർജ് വെസൽ വാസ്കുലൈറ്റിസ്, മീഡിയം സൈസ്ഡ് വാസ്കുലൈറ്റിസ്, സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ് ആൻഡ് ക്യൂട്ടേനിയസ് വാസ്കുലൈറ്റിസ്. ലാർജ് വെസലിനകത്ത് ഏതൊക്കെ വരും? ജയന്റ് സെൽ ആർത്രൈറ്റിസ്, ടക്കിയാസു ആർത്രൈറ്റിസ്. മീഡിയം സൈസിനകത്താണെങ്കിൽ പാൻ ആൻഡ് കവാസാക്കി ഡിസീസ്. സ്മോൾ വെസൽസിനകത്താണെങ്കിൽ മൈക്രോസ്കോപ്പിക് പോളി ആൻജൈറ്റിസ്, ഗുഡ് പാസ്റ്റർ സിൻഡ്രോം, വാഗ്നസ് ഗ്രാനുലോമാറ്റോസിസ്, ഷ്രഗ്-സ്ട്രോസ് സിൻഡ്രോം, ബെഹ്സെറ്റ് സിൻഡ്രോം, ഹെനോക്ക്-ഷോളൻ പെർപ്യൂറ ഒക്കെ ആയിരിക്കും സ്മോൾ സെല്ലിനകത്ത് വരുന്നത്.
ദെൻ ക്യൂട്ടേനിയസിനകത്താണെങ്കിൽ ഐസൊലേറ്റഡ് ക്യൂട്ടേനിയസ് ല്യൂക്കോക്ലാസ്റ്റിക് വാസ്കുലൈറ്റിസ് ആയിരിക്കും ക്യൂട്ടേനിയസ് വെസൽസിനകത്ത് വരുന്നത്. ഇതായിരിക്കും മെയിൻലി ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ടു ദ വാസ്കുലൈറ്റിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ഇത്രയും പറഞ്ഞത്. ദെൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പാൻ ആർത്രൈറ്റിസ് നോഡോസ. അതായത് നമ്മൾ പാൻ ആർത്രൈറ്റിസ് നോഡോസ. സോറി, അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതൊരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ഓഫ് ദ സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറി ആയിരിക്കും. ഏത് ഓർഗനിലേക്കുള്ള സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറിയിലായിരിക്കും ഏത് അഫക്ഷൻ ഉണ്ടാകുന്നത്? PN അഫക്ഷൻ ഉണ്ടാകുന്നത്, എക്സെപ്റ്റ് ലങ്ങിലേക്ക് മാത്രമുള്ള ഇതിനകത്ത് അഫക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. സോ പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. ഏത് സ്മോൾ ടു മീഡിയം, നമ്മൾ നേരത്തെ പറഞ്ഞ മീഡിയത്തിനാണ് പാൻ പഠിച്ചതെങ്കിലും നമ്മൾ പറയുമ്പോൾ സ്മോൾ ടു മീഡിയം സൈസ്ഡ് വെസൽസിനകത്ത് ഉണ്ടാകുന്നതായിരിക്കും പാൻ എന്ന് പറഞ്ഞാല് എല്ലാ ഓർഗനിലോട്ടും എക്സെപ്റ്റ് ലങ്സിലോട്ടുള്ള ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗനിലോട്ടുള്ള വാസ്കുലേച്ചറിനകത്ത് അഫക്ഷൻ ഉണ്ടായിരിക്കും ഇൻ പോളി ആർത്രൈറ്റിസ് നോഡോസ. സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെ ആയിരിക്കും? ക്യാരക്ടറൈസ്ഡ് ബൈ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ നൊഡ്യൂൾസ് എലോങ് ദ, നമ്മുടെ ഈ ബ്ലഡ് വെസൽസിന് എലോങ് ആയിട്ട് മൾട്ടിപ്പിൾ നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. മെയിൻലി എഫക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? സ്മോൾ ആർട്ടറീസ്, ആർട്ടിയോറിയോൾസ് ആൻഡ് വെന്യൂൾസ്. കാപ്പിലറീസിൽ വന്നിട്ട് ഉണ്ടാകാറില്ല പാനിനകത്ത്. സോ പാൻ അല്ലെങ്കിൽ പോളി ആർത്രൈറ്റിസ് നോഡോസ ഇതെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. സ്മോൾ ടു മീഡിയം സൈസ്ഡ് വെസൽസിനായിരിക്കും എഫക്ട് ചെയ്യുന്നത്. എങ്ങോട്ടേക്കുള്ളത്? ഏത് ഓർഗൻസിലോട്ടുള്ളതും ആകാം എക്സെപ്റ്റ് ലങ്സിലോട്ടുള്ളത് ഒഴിച്ച് ബാക്കി എങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈയിലും സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറീസിനകത്തായിരിക്കും എന്ത് അഫക്ഷൻ ഉണ്ടാകുന്നത്? പോളി ആർത്രൈറ്റിസ് നോഡോസ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും? ഒരു നൊഡ്യൂൾ, നമ്മൾ പറഞ്ഞല്ലോ പോളി ആർത്രൈറ്റിസ് നോഡോസ, അപ്പൊ ഒരു നോഡ് ഫോർമേഷൻ ഉണ്ടാവണം അല്ലെ? സോ മൾട്ടിപ്പിൾ നോഡ് ഫോർമേഷൻസ് ഉണ്ടായിരിക്കും ബ്ലഡ് വെസൽസ്, എലോങ് ദ ബ്ലഡ് വെസൽസ് മൾട്ടിപ്പിൾ നോഡ് ഫോർമേഷൻസ് ഉണ്ടായിരിക്കും. എവിടെയായിരിക്കും അഫക്ഷൻ ചെയ്യുന്നത്? മെയിൻലി സ്മോൾ ആർട്ടീരിയോൾസ്, ആർട്ടറീസ്, ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസിനകത്തായിരിക്കും. കാപ്പിലറീസ് വന്നിട്ട് ഉണ്ടാകാറില്ല. എവിടെ? ഇൻ പോളി ആർത്രൈറ്റിസ് നോഡോസ കാപ്പിലറീസ് വന്നിട്ട് സ്പെയർഡ് ആയിരിക്കും. then അതിന്റെ പതോളജി നോക്കുവാണെങ്കിൽ the lesion consists of, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെ എന്തായിരിക്കും? ഇൻഫിൽട്രേഷൻ ബൈ ലൂക്കോസൈറ്റ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ? So it consists of polymorphonuclear infiltration, necrosis and aneurysmal dilatation of the arterial wall. അപ്പം ലീഷൻ, നമ്മൾ ലീഷൻ നോക്കുവാണെങ്കിൽ the lesion consists of polymorphonuclear infiltration, necrosis and aneurysmal dilatation of the arterial wall. Arterial wallനകത്ത് PMN infiltrations ഉണ്ടായിരിക്കും, നെക്രോസിസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അന്യൂറിസ്മൽ ഡയലറ്റേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് ഫോം ചെയ്തും ത്രോംബോട്ടിക് ഒക്ലൂഷൻസ് വന്നിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും പാൻ. ഏത്? മീഡിയം ടു സ്മോൾ ടു മീഡിയം സൈസ് ആർട്ടറീസിലോട്ട് ഉണ്ടാകാം. എങ്ങോട്ടേക്കുള്ള? എല്ലാ ഓർഗനിലോട്ടുള്ള സ്മോൾ ടു മീഡിയം സൈസ്ഡ് വെസൽസിനകത്ത് ഉണ്ടായിരിക്കാം എക്സെപ്റ്റ് ലങ്സിലേക്കുള്ള ബ്ലഡ് വെസൽസിനകത്ത് പാൻ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ കാപ്പിലറീസിനകത്ത് നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അല്ലെ? ഇനി ഇതിനെ ക്യാരക്ടറൈസ് എന്തായിരിക്കും പറയുന്നത്? നോഡോസസ്, ഒരു നോഡ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. സോ മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടായിരിക്കും എലോങ് ദ ബ്ലഡ് വെസൽസ്, മൾട്ടിപ്പിൾ നോഡ്സ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. എവിടെയൊക്കെ കാണും? സ്മോൾ ആർട്ടറീസിനകത്ത്, ആർട്ടീരിയോളിനകത്ത്, വെന്യൂൾസിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ കാപ്പിലറീസിനകത്ത് വന്നിട്ട് നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകത്തില്ല. പതോളജി നോക്കുവാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു? കൺസിസ്റ്റ് ഓഫ് ദ ലീഷനകത്ത് നോക്കുവാണെങ്കിൽ PMN ഇൻഫിൽട്രേഷൻ ഉണ്ടായിരിക്കും, നെക്രോസിസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അന്യൂറിസ്മൽ ഡയലറ്റേഷൻ ഓഫ് ദ ആർട്ടീരിയൽ വാൾ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? ത്രോംബോട്ടിക് ഒക്ലൂഷൻസ് ഉണ്ടാകാം. എങ്ങോട്ടേക്കായിരിക്കും? മെയിൻലി എല്ലാ ഓർഗനിലോട്ടുള്ള ബ്ലഡ് വെസൽസിലും ഉണ്ടാകാന്ന് പറഞ്ഞു അല്ലെ? എന്നാലും മെയിൻ ഇമ്പാക്ട് എങ്ങോട്ടേക്കായിരിക്കും നോക്കുവാണെങ്കിൽ മെയിൻ ഇമ്പാക്ട് ഈസ് ഓൺ ദ ആർട്ടറി ടു ദ മസിൽ, കിഡ്നി, ഹാർട്ട്, മെസൻട്രി ആൻഡ് വാസ നെർവോറം. ഇത്ര അടുത്തേക്കായിരിക്കും മെയിൻലി അതിന്റെ ഒരു impact ഉണ്ടാകുന്നത്. So main impact is on the artery to the muscle, kidney, heart, mesentery and vasa nervorum. The disease is most common in people who are affected with the hepatitis B virus. Hepatitis B virus ഉള്ളവരിൽ വന്നിട്ട് ഈ ഡിസീസ് കോമൺ ആയിരിക്കും. മീൻസ് അതർ പീപ്പിളിനെക്കാളും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉള്ളവർ വന്നിട്ട് ഈ ഡിസീസ് വന്നിട്ട് കോമൺ ആയിട്ട് കാണാൻ പറ്റും. സോ അതായിരിക്കും ഒരു പോളി ആർത്രൈറ്റിസ് നോഡോസയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. ഒരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും, സ്മോൾ ടു മീഡിയം സൈസിന് അഫക്ട് ചെയ്യുന്നതായിരിക്കും, എല്ലാ ഓർഗനിലോട്ടുള്ള ബ്ലഡ് ആർട്ടറീസിൽ അഫക്ഷൻ ഉണ്ടായിരിക്കും എക്സെപ്റ്റ് ലങ്. ദെൻ
അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തായിരിക്കും? മൾട്ടിപ്പിൾ നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടായിരിക്കും എലോങ് ദ ബ്ലഡ് വെസൽസ്. എവിടെ? സ്മോൾ ആർട്ടറീസിൽ, ആർട്ടീരിയോൾസിൽ, വെന്യൂൾസിൽ എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ കാപ്പിലറീസിൽ ഉണ്ടാകത്തില്ല. പതോളജി ലീഷൻ നമ്മൾ പതോളജിയിൽ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? അവിടെ നമ്മുടെ PMN ഇൻഫിൽട്രേഷൻസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നെക്രോസിസ് ഉണ്ടായിരിക്കാം, അന്യൂറിസ്മൽ ഡയലറ്റേഷൻ ഓഫ് ദ വെസൽസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അവിടെ ത്രോംബോട്ടിക് ഒക്ലൂഷൻസും ഉണ്ടായിരിക്കാം. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പാൻ നോക്കുവാണെങ്കിൽ റെയർ ആയിരിക്കും. മറ്റുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാൻ ഈസ് റെയർ ആയിരിക്കും വെൻ കമ്പയർഡ് ടു അതർ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ. മെയിൽസിനകത്തായിരിക്കും. നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ള എല്ലാ കണ്ടീഷനും ഫീമെയിൽ പ്രിഡോമിനന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. RA ആണെങ്കിലും SLE ആണെങ്കിലും സ്ക്ലീറോഡാമ ആണെങ്കിലും ഫീമെയിൽസിലായിരിക്കും പ്രിഡോമിനന്റ് നമ്മൾ പറഞ്ഞു. ബട്ട് പാൻ വന്നിട്ട് ഇറ്റ് ഈസ് എ മെയിൽ പ്രിഡോമിനന്റ് ഡിസീസ് ആയിരിക്കും. ഓൺസെറ്റ് ഇവിടെയും വേരിയബിൾ ആയിരിക്കും. ഈ കണ്ടീഷൻ വന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു ഡ്രഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനോ വന്നിട്ട് ഈ കണ്ടീഷനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു പോളിആർത്രൈറ്റിസ് നോഡാസ മേ ബി പ്രസിപ്പിറ്റേറ്റഡ് ബൈ സർട്ടൻ ഡ്രഗ്സ് അല്ലെങ്കിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു ബ്രോങ്കിയൽ ആസ്മയ്ക്ക് ഹിസ്റ്ററി ഉള്ള, അതായത് ഈ ഒരു കണ്ടീഷനെ പ്രൊസീഡ് ചെയ്തിട്ട് ഒരു ഹിസ്റ്ററി ഓഫ് ബ്രോങ്കിയൽ ആസ്മയൊക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്തമ, അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടൻ ഡ്രഗ്സ് ഈ ഡിസീസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഒരു കാരണമാകും. ദെൻ ഓൺസെറ്റ് എങ്ങനെയായിരിക്കും? ഓൺസെറ്റ് വിത്ത് ജനറൽ സിംറ്റംസ് ലൈക്ക് ഫീവർ, മസിൽ പെയിൻ, ആർത്രാൾജിയ, റാഷ് ആൻഡ് അനറക്സിയ. ഈ ഓൺസെറ്റ് എങ്ങനെയായിരിക്കും? ഓൺസെറ്റ് വിത്ത് ജനറൽ സിംറ്റംസ് കാണും. മസിൽ പെയിൻ, ഫീവർ, ആർത്രാൾജിയ, റാഷ് ആൻഡ് അനറക്സിയ അങ്ങനെയുള്ള ഒരു ജനറൽ സിംറ്റംസ് വെച്ചിട്ടായിരിക്കും ഡിസീസിന്റെ ഓൺസെറ്റ് ഉണ്ടായിരിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞല്ലോ നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടായിരിക്കും. സോ ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾ വന്നിട്ട് ഒരു 5 to 10 millimeter സൈസിലുള്ള നൊഡ്യൂൾസ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ? സൂപ്പർഫിഷ്യൽ ആർട്ടറിയുടെ പുറത്ത് നമുക്ക് പാൽപേറ്റ് ചെയ്ത് കാണാൻ പറ്റും. നോട്ട്സ് വന്നിട്ട് എങ്ങനെ ആയിരിക്കും? ടെൻഡർ ആയിരിക്കും. നമ്മൾ RAയിലും SLEയിലും ഒക്കെ നോട്ട്സ് പഠിച്ചു. ആ നോട്ട്സ് ഒക്കെ അവിടെ എങ്ങനെ ആയിരിക്കും? അത് വന്നിട്ട് അവിടുത്തെ നോട്ട്സ് ഒക്കെ വന്നിട്ട് നോൺ ടെൻഡർ നോട്ട്സ് ആയിരിക്കും. പക്ഷെ ഇൻ പാനിൽ വന്നിട്ടുള്ള നോട്ട്സ് എങ്ങനെ ആയിരിക്കും? ടെൻഡർ നോട്ട്സ് ആയിരിക്കും. ദെൻ അപ്പൊ നമ്മൾ അഫിഷ്യൻസ് ആദ്യം പറഞ്ഞു. ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്ത് റെയർ ആയിരിക്കും. മറ്റുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസീസിന് നോക്കുകയാണെങ്കിൽ റെയർ ആയിരിക്കും പാൻ. മെയിൽസിനകത്തായിരിക്കും പ്രിഡോമിനേറ്റ്. നമ്മൾ മറ്റുള്ള ഇതുവരെയും പഠിച്ചിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിനകത്ത് എല്ലാം ഫീമെയിൽ പ്രിഡോമിനേറ്റഡ് ആയിരുന്നെങ്കിൽ പാൻ വന്നിട്ട് മെയിൽ പ്രിഡോമിനേറ്റ് ആയിരിക്കും. ദെൻ ഓൺസെറ്റ് വേരിയബിൾ ആയിരിക്കും. എങ്ങനെയായിരിക്കും ഓൺസെറ്റ് ഉണ്ടായിരിക്കുന്നത്? ജനറൽ സിംറ്റംസ് കണക്ക് വിത്ത് ഓൺസെറ്റ് എപ്പോഴും ഒരു ജനറൽ സിംറ്റംസ് ലൈക്ക് ഫീവർ, മയാൾജിയ, ആർത്രാൾജിയ, റാഷ്, അനറക്സിയ അങ്ങനെയൊക്കെയുള്ള ജനറൽ സിംറ്റംസ് വെച്ചിട്ടായിരിക്കും ഓൺസെറ്റ് ഉണ്ടാകുന്നത്. പിന്നെ ആയിരിക്കും നമ്മുടെ ആ നൊഡ്യൂൾ ഫോർമേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾ എത്ര സൈസ് കാണും? 5 to 10 mm സൈസിലുള്ള മൾട്ടിപ്പിൾ ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾ നമുക്ക് സൂപ്പർഫിഷ്യൽ വെയിൻസ്, ആർട്ടറീസ് ഒക്കെ പാൽപേറ്റ് ചെയ്യാൻ പറ്റും. ആ നൊഡ്യൂൾസ് എങ്ങനെയായിരിക്കും? ടെൻഡർ ആയിരിക്കും. ഇൻ പാൻ ആർത്രൈറ്റിസ് നോഡേഴ്സിലുള്ള നൊഡ്യൂൾസ് ടെൻഡർ ആയിരിക്കും. നമ്മൾ നേരത്തെ SLEയിലും RAയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള നൊഡ്യൂൾ വന്നിട്ട് നോൺ ടെൻഡർ നൊഡ്യൂൾസ് ആയിരുന്നു. ദെൻ നോക്കുവാണെങ്കിൽ 50% കേസസിനകത്ത് കിഡ്നി അഫക്ഷൻസ് ഉണ്ടായിരിക്കാം. 50% കേസസ് കിഡ്നീസ് ആർ അഫക്റ്റഡ്. ക്ലിനിക്കൽ പിക്ചർ ഓഫ് അക്യൂട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ക്ലിനിക്കൽ പിക്ചർ ഓഫ് അക്യൂട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടായിരിക്കും. കിഡ്നി അഫക്ഷനകത്ത് 50% ഓഫ് പാൻ പേഷ്യൻസിനകത്ത് കിഡ്നി അഫക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാസ്കുലൈറ്റിസ് ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു ഇൻഫ്ലമേഷൻ ടു ദ വെസൽസ് ആണ്. പക്ഷെ ആ വെസൽസ് സപ്ലൈ ചെയ്യുന്ന ഓരോ ഓർഗൻസിനായിരിക്കില്ല. സോ ആ ഓർഗൻസിനകത്ത് അതിന്റെ അഫക്ഷൻസ് ഉണ്ടായിരിക്കും. സോ കിഡ്നിക്കകത്ത് 50% കേസസിനകത്ത് കിഡ്നി അഫക്ഷൻസ് ഉണ്ടായിരിക്കാം. ക്ലിനിക്കൽ പിക്ചർ വന്നിട്ട് എന്തിന്റെ ആയിരിക്കും കാണിക്കുന്നത്? അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോത്തിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോമറുലോ സ്ക്ലീറോസിസ് ഉണ്ടായിരിക്കും. അപ്പൊ സ്ക്ലീറോട്ടിക് ചേഞ്ചസ് ഉണ്ടാകും. നമ്മൾ സ്ക്ലീറോഡർമയിൽ പറഞ്ഞല്ലോ എന്തായിരിക്കും സ്ക്ലീറോട്ടിക് ചേഞ്ചസ് ഓഫ് കിഡ്നി ഉണ്ടാകുന്നത്? ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ. സോ നമുക്ക് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോത്തിന്റെ കൂടെ തന്നെ ഗ്ലോമറുല സ്ക്ലീറോസിസും കാണിക്കാം. സോ അവിടെ സിംറ്റംസ് എന്തായിരിക്കും? സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിരിക്കും. ദെൻ വാസ്കുലർ ഒക്ലൂഷൻ ഉണ്ടായിരിക്കാം. വാസ്കുലർ ഒക്ലൂഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഡിസ്റ്റൽ ഗാംഗ്രീൻ ഓഫ് ദ എക്സ്ട്രിമിറ്റീസ് ഉണ്ടായിരിക്കാം. ദെൻ ഒക്ലൂഷൻ ഓഫ് ദ വാസ നെർവോറം, മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ്, റെറ്റിനയിൽ ആണെങ്കിൽ ഹെമറേജ് ആൻഡ് എക്സുറേറ്റ് ഫോർമേഷൻ ഉണ്ടായിരിക്കാം. ദെൻ പെരികാർഡൈറ്റിസ്, പ്ലൂറസി ഓരോ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും. പെരികാർഡൈറ്റിസ്, പ്ലൂറസി, മയോകാർഡിയൽ ഇൻഫെക്ഷൻ, അൾസറേഷൻ ആൻഡ് ബ്ലീഡിംഗ് ഫ്രം ദ ഇൻഡസ്റ്റൈൻ, നെക്രോസിസ് ഓഫ് ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്ത് വരുന്നത്. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പോളി ആർത്രൈറ്റിസ് നോഡോസ മെയിൽ പ്രിഡോമിനേറ്റഡ് ആയിരിക്കും. മറ്റുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ റെയർ ആയിരിക്കും. ഓൺസെറ്റ് വേരിയബിൾ ആയിരിക്കും. ഓൺസെറ്റ് എങ്ങനെയായിരിക്കും? ജനറൽ സിംറ്റംസ് ലൈക്ക് ഫീവർ, മാലേസ്, ആർത്രാൾജിയ,
മയാൾജിയ, റാഷസ്, അനറക്സിയ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പോളിആർത്രൈറ്റിസ് നോഡോസയുടെ ഓൺസെറ്റിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആയിരിക്കും നമ്മുടെ ആ നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകുന്നത്. നൊഡ്യൂൾസ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? നമുക്ക് സൂപ്പർഫിഷ്യലി പാൽപേറ്റ് ചെയ്യാൻ പറ്റും അലോങ് ദ ബ്ലഡ് വെസൽസ് ആയിരിക്കും. 5 to 10 mm ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾസ് ആയിരിക്കും. സോ ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾസ് അത് കാരണം തന്നെ എന്തായിരിക്കും? അത് ടെൻഡർ നൊഡ്യൂൾസ് ആയിരിക്കും. ദെൻ 50% ഓഫ് കേസസിനകത്ത് കിഡ്നി എഫക്ഷൻസ് ഉണ്ടായിരിക്കാം. അവിടുത്തെ ഇപ്പോൾ ക്ലിനിക്കൽ പിക്ചേഴ്സ് എന്തായിരിക്കും കാണുന്നത്? ഒരു അക്യൂട്ട് നെഫ്രോട്ടിക് സിൻഡ്രോത്തിന്റെ ക്ലിനിക്കൽ പിക്ചർ കാണാം, അല്ലെങ്കിൽ ഗ്ലോമെറുലോസ്ക്ലീറോസിന്റെ ആയിരിക്കും കാണുന്നത്. സോ സ്ക്ലീറോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ക്ലീറോഡർമയില് സ്ക്ലീറോട്ടിക് ചേഞ്ചസ് എന്തായിരിക്കും ഉണ്ടാകുന്നത്? കിഡ്നിയിൽ ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിരിക്കും. സോ അതും കിഡ്നി അഫക്ഷൻ നമുക്ക് പാൻ കിഡ്നിയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒന്നെങ്കിൽ സിംറ്റംസ് ഓഫ് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ഗ്ലോമെറുലോസ്ക്ലീറോസിസ് ആയിരിക്കും. സോ ഗ്ലോമെറുലോസ്ക്ലീറോസിസ് ആണെങ്കിൽ അത് എങ്ങനെ പ്രസന്റ് ചെയ്യും? ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ വേറെ എവിടെയൊക്കെ അഫക്ഷൻസ് ഉണ്ടായിരിക്കും? വാസ്കുലർ ഒക്ലൂഷൻസ് കാരണം ഡിസ്റ്റൽ നമ്മുടെ ബ്ലഡ് വെസൽസ് എന്തൊക്കെ ഒക്ലൂഷൻ കാരണം ഡിസ്റ്റൽ ഗാംഗ്രീൻ ഉണ്ടായിരിക്കാം. എക്സ്ട്രിമിറ്റീസിന് ഡിസ്റ്റൽ ഗാംഗ്രീൻ ഉണ്ടാകാം. ദെൻ റെറ്റിനലാണെങ്കിൽ ഹെമറേജ് ആൻഡ് എക്സുഡേറ്റ്സ് ഉണ്ടായിരിക്കാം. ഒക്ലൂഷൻ ടു വാസ നെർവോറം മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാക്കാം. പെരികാർഡൈറ്റിസ്, പ്ലൂറസി, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഒക്ലൂഷൻ. കാരണം നമ്മളെ ബ്ലഡ് വെസൽസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ത്രോംബോ ഒക്ലൂഷൻസ് ഉണ്ടായിരിക്കാന്ന്. സോ അത് കാരണം ത്രോംബോട്ടി ഒക്ലൂഷൻസ് ഉണ്ടാക്കാം. സോ അത് കാരണം പെരികാർഡൈറ്റിസ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അൾസറേഷൻ ആൻഡ് ബ്ലീഡിംഗ് ഫ്രം ഇൻഡസ്റ്റൈൻ, നെക്രോസിസ് ഓഫ് ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ, ഇതെല്ലാം നമ്മുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പോളിആർത്രൈറ്റിസ് നോഡോസയിൽ വരുന്നതായിരിക്കും. ഇത് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ഡയഗ്നോസിസ് ബൈ ഈ ഡിസീസ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ക്ലിനിക്കലി സസ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ ESR എലിവേറ്റഡ് ആയിരിക്കും. ന്യൂട്രോഫിൽ ല്യൂക്കോസൈറ്റോസിസ് ആയിരിക്കും. അവിടെ കൂടി നിൽക്കുന്നത് ന്യൂട്രോഫിൽ, PMN ഇൻഫിൽട്രേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ ന്യൂട്രോഫിൽസ് ആയിരിക്കും അവിടെ എലിവേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് കൺഫേംഡ് ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് ലീഷൻസ് ഓൺ ബയോപ്സി. ബയോപ്സി ആയിരിക്കും കൺഫർമേറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെയും പറയുന്നത്. ആൻഡ് ANCA വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും. 20% ഓഫ് കേസസിനകത്ത് ANCA പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മൾ വാസ്കുലൈറ്റിസ് വെച്ചാൽ എന്താന്ന് പറഞ്ഞു? ഒരു ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ദ വെസൽ വാളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും നെക്രോസിസിനെ ആയിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഇന്റേണൽ ഓർഗൻസിന് അത് അസോസിയേറ്റഡ് ഡാമേജ് ഉണ്ടായിരിക്കും. കാര്യം ഈ ബ്ലഡ് വെസൽസ് ഓരോ ഓർഗൻ ആയിരിക്കുമല്ലോ സപ്ലൈ ചെയ്യുന്നത്. ആ ഓർഗനൊക്കെ വന്നിട്ട് അതേപോലെ തന്നെ ഡാമേജസ് കാണാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ നമ്മുടെ ടൈപ്പ് ഓഫ് ദ സൈസ് ഓഫ് ദ ബ്ലഡ്, ഏത് ബ്ലഡ് വെസൽസിനാണ് അഫക്ട് ചെയ്യുന്നത് അത് വെച്ച് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ലാർജ് സെൽ, മീഡിയം സൈസ്ഡ് സെൽ, സ്മോൾ വെസൽസ് ആൻഡ് ക്യൂട്ടേനിയസ് വെസൽസ് എന്ന് പറഞ്ഞു. ദെൻ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് പോളിആർത്രൈറ്റിസ് നോഡോസ. സോ പോളിആർത്രൈറ്റിസ് നോഡോസ എന്ന് പറഞ്ഞാൽ ഇതൊരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. എവിടെ ആയിരിക്കും അഫക്ട് ചെയ്യണത്? സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറീസിനകത്തായിരിക്കും അഫക്ട് ചെയ്യണത്. ഓഫ് എനി ഓർഗൻ, ഏത് ഓർഗനിലായിട്ടുള്ള സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറീസ് എക്സെപ്റ്റ് ലങ്സ്. ബാക്കി എങ്ങോട്ടേക്കുള്ള ആർട്ടറീസിനകത്ത് വന്നിട്ട് പോളിആർത്രൈറ്റിസ് നോഡോസ അഫക്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇനി അടുത്ത ഓരോ കണ്ടീഷൻ പഠിക്കും. ചില കണ്ടീഷൻ ഒരു പർട്ടിക്കുലർ ആർട്ടറീസിനകത്ത് മാത്രമായിരിക്കും അഫക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, സോ പോളിആർത്രൈറ്റിസ് നോഡോസ നോക്കുവാണെങ്കിൽ എനി ആർട്ടറീസ്, ഏത് ഓർഗനിലോട്ടുള്ള ആർട്ടറീസും എക്സെപ്റ്റ് ലങ്സിലേക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗൻസിലോട്ടുള്ള ആർട്ടറീസിനകത്തും സ്മോൾ ടു മീഡിയം സൈസ് ആർട്ടറീസിനകത്ത് നമുക്ക് അഫക്ഷൻസ് ഉണ്ടായിരിക്കും ഇൻ പോളിആർത്രൈറ്റിസ് നോഡോസ. ഇത് നോക്കുവാണെങ്കിൽ characterized by multiple nodes, so node formation ഉണ്ടാകണമല്ലോ. സോ മൾട്ടിപ്പിൾ നോഡ്സ് ഫോർമേഷൻ ഉണ്ടായിരിക്കും along the blood vessels. കാപ്പിലറീസിന് വന്നിട്ട് ഉണ്ടാകത്തില്ല. കാപ്പിലറീസ് ആർ സ്പെയർഡ് ആയിരിക്കും ഇൻ പാൻ. പതോളജി നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? PMN ഇൻഫിൽട്രേഷൻ ഉണ്ടായിരിക്കും, നെക്രോസിസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അന്യൂറിസ്മൽ ഡയലറ്റേഷൻ ഉണ്ടാകും. അത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ത്രോംബോട്ടിക് ഒക്ലൂഷൻസ് മേ ഒക്കുക. മെയിൻ ഇമ്പാക്ട് എങ്ങോട്ടേക്കായിരിക്കും? ആർട്ടറീസ് ടു ദ മസിൽ, കിഡ്നി, ഹാർട്ട്, മെസൻട്രി ആൻഡ് വാസ നെർവോറം. നമ്മൾ നേരത്തെ സിംറ്റംസ് ഓർത്താൽ മതി. ഈ സിംറ്റംസ് എല്ലാം ഈ ഏരിയയിലോട്ടായിരിക്കും നമ്മൾ പറഞ്ഞതിനകത്ത് അല്ലെ. സോ മെയിൻ ഇമ്പാക്ട് എങ്ങോട്ടേക്കായിരിക്കും? ആർട്ടറി ടു ദ മസിൽ, കിഡ്നി, heart, mesentery and vasa nervorum. The disease is more common in people who are affected with hepatitis B ഉള്ളവർക്ക് ഈ ഡിസീസ് അധികമായിട്ട് കാണാൻ പറ്റും. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു. മറ്റുള്ള കണ്ടീഷനെ കമ്പയർ ചെയ്യുമ്പോൾ റെയർ ആയിരിക്കും, മെയിൽസിൽ പ്രിഡോമിനേറ്റ് ആയിരിക്കും. ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ഒരു ഡ്രഗ് അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ഒരു ബ്രോങ്കിയൽ ആസ്മയൊക്കെ ഡിസീസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. ഓൺസെറ്റ് വേരിയബിൾ ആയിരിക്കും. ഓൺസെറ്റ് എങ്ങനെയായിരിക്കും? ജനറൽ ഫീച്ചേഴ്സ് ആയിരിക്കും. എന്തൊക്കെ? ഫീവർ, മാലേസ്, മയാൾജിയ, ആർത്രാൾജിയ, അനറെക്സിയ അങ്ങനെയുള്ള ജനറൽ സിംറ്റംസിലായിരിക്കും വരുന്നത്. പിന്നെ ആയിരിക്കും നൊഡ്യൂൾ, ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾസ് നമുക്ക് കിട്ടുന്നത്. 5 to 10 mm സൈസിലുള്ള ഇൻഫ്ലമേറ്ററി നൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. എവിടെ നമുക്ക് സൂപ്പർഫിഷ്യൽ വെയിൻസിനകത്ത് സൂപ്പർഫിഷ്യൽ ആർട്ടറീസ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അത് വന്നിട്ട് ടെൻഡർ നൊഡ്യൂൾസ് ആയിരിക്കും. മറ്റിനകത്തൊക്കെ വന്നിട്ട് അത് നോൺ ടെൻഡർ കണ്ടീഷൻ. നമ്മൾ SLEയിലും RAയിലും ഒക്കെ പറഞ്ഞത് നോൺ ടെൻഡർ നൊഡ്യൂൾസ് ആയിരുന്നു. ഇവിടെ ടെൻഡർ നൊഡ്യൂൾസ് ആയിരിക്കും.
ദെൻ ലിവറിൽ വന്നിട്ട് 50% ഓഫ് കിഡ്നിയിൽ 50% അഫക്ഷൻ ഉണ്ടായിരിക്കാം. പ്രസന്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സിംറ്റംസ് ഓഫ് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ഗ്ലോമെറുലോസ്ക്ലീറോസിസ് ആയിരിക്കും. ദെൻ വാസ്കുലർ ഒക്ലൂഷൻ, ഡിസ്റ്റൽ ഗാംഗ്രീന എക്സ്ട്രിമിറ്റീസ് ഉണ്ടായിരിക്കാം, ഒക്ലൂഷൻ ടു വാസോ നെർവോറം, മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാക്കാം. റെറ്റിന ആണെങ്കിൽ ഹെമറേജ് ആൻഡ് എക്സുഡേഷൻസ് ഉണ്ടായിരിക്കും. പെരികാർഡൈറ്റിസ്, പ്ലൂറസി, MI, അൾസറേഷൻ ആൻഡ് ബ്ലീഡിംഗ് ഫ്രം ഇൻഡസ്റ്റൈൻ, നെക്രോസിസ് ഓഫ് ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ അതിന്റെ സിംറ്റംസ് ആയിരിക്കും. ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ക്ലിനിക്കലി. അതിന്റെ കൺഫർമേറ്ററി ബയോപ്സി ആയിരിക്കും. ന്യൂട്രോഫിൽ കൂടി നിൽക്കും, ESR കൂടുതലായിരിക്കും. ANC വന്നിട്ട് 20% ഓഫ് പീപ്പിളിനകത്ത് വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ